എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് നമ്മളോട് തന്നെ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാം? നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതിയുണ്ട്. നമ്മുടെ മനസ്സിന് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഇംഗ്ലീഷ് ഭയങ്കര പാടുള്ളൊരു വിഷയമാണ്, എനിക്കത് കിട്ടില്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് വെറുതെ സ്വകാര്യം പറയണ പോലെ പറഞ്ഞാൽ മതി. പിന്നെ അത് പ്രവർത്തനം തുടങ്ങും. നമ്മൾ എത്ര ധൈര്യം ശേഖരിച്ചാലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും നമുക്ക് പറ്റൂല. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ മനസ്സ് നമ്മളെ ഉള്ളിലേക്ക് വലിക്കും. അതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയെങ്കിലും നിങ്ങൾക്ക് തോന്നാറുള്ളത്, എനിക്ക് ഈ സാധനമൊന്നും കിട്ടില്ല, ഇതെനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, പിന്നെ ഞാൻ പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക, ഞാൻ തെറ്റായി പറഞ്ഞ് അവരെന്നെ കളിയാക്കൂലേ. ആര് വിചാരിക്കണം, എന്ത് വിചാരിക്കണവർ വിചാരിച്ചിരുന്നോട്ടെ, ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചിരുന്നിട്ട് നമ്മളെ പഠിക്കാൻ പറ്റുന്നൊരു സാധനം മിസ് ചെയ്യണ്ട. നമ്മുടെ ലേണിംഗ് മൈൻഡ്സിൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി ഓരോ സെഷൻ തരുന്നതായിരിക്കും. ഒരു 10 മിനിറ്റ്, ചിലപ്പോൾ 15 മിനിറ്റ്. അതിന് നിങ്ങളാകെ ചെയ്യേണ്ടത് എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ തുടങ്ങും. അതിൻ്റെ മുന്നേ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയേണ്ടത്, ഡാ മനസ്സേ, ഇംഗ്ലീഷ് ഭാഷ എൻ്റെ മാതൃഭാഷയല്ല, ഇംഗ്ലീഷ് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജാണ്. ഈ ഭാഷ ഞാൻ പഠിച്ചുണ്ടാക്കിയൊരു സാധനമല്ലേ, അപ്പോൾ അത് തെറ്റൂലേ? എൻ്റെ മാതൃഭാഷ എനിക്ക് തെറ്റണില്ലേ? അപ്പോൾ ഈ ഭാഷ തെറ്റിയാൽ എന്താ കുഴപ്പം? തെറ്റിയാലും ഞാൻ പറയാൻ ശ്രമിക്കും. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലീന മാമും കമറു സാറും ഉണ്ട്. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മക്കൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഒപ്പം ഞങ്ങളും പഠിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളോട് തന്നെ പറയേണ്ടത്, അപ്പോൾ ആദ്യത്തെ ടാസ്ക് നമ്പർ 1, നിങ്ങൾ രാവിലെ എണീച്ച വശം നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? അലാം ഓഫ് ചെയ്യും അല്ലേ? അലാം അതെന്ത് വാക്ക, ഇംഗ്ലീഷല്ലേ? നിങ്ങൾ അലാം എന്നല്ലേ പറയുന്നത്? അലാറം എന്ന് തെറ്റി പറയാറുണ്ട്, അത് തെറ്റാണ്. നമ്മളൊരു ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അത് എൻ്റെ ഒരു അന്തസ്സിൽ കൈകാര്യം ചെയ്യേണ്ടത്. സോ പ്ലീസ്, ഇറ്റ് ഈസ് അലാം. അപ്പോൾ ഐ വേക്കപ്പ് അറ്റ് 6 o'clock അല്ലെങ്കിൽ ഐ വേക്കപ്പ് അറ്റ് 5 o'clock. ഒന്ന് സ്നൂസിലിടും. കാരണം ഇതുവരെ നമ്മളൊരു ഓണം മോഡിലായിരുന്നല്ലോ, വെക്കേഷൻ മോഡൊക്കെ ആയിരുന്നില്ല. ഇനി നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മളതൊന്ന് സ്നൂസ് ഇടും. സ്നൂസ് എന്താണ് മലയാളത്തിൽ അർത്ഥം വരുന്നത്? കണ്ടുപിടിക്കും. ഓക്കെ, കണ്ടുപിടിച്ചിട്ട് വാ. സോ ഫസ്റ്റ് തിങ്, സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുക, ഇംഗ്ലീഷ് എൻ്റെ മാതൃഭാഷയല്ല, അതിൽ തെറ്റൊക്കെ സംഭവിക്കും, തെറ്റിയാൽ നല്ലതാണ്. തെറ്റണത് ഞാനൊരാളെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ തെറ്റ് പറഞ്ഞാൽ ആ ആളതിൽ നിന്ന് പഠിക്കുകയാണ്, ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, വേറൊരാളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാനൊരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങൾ ഇത്ര നാൾ നിങ്ങളുടെ തലച്ചോറിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഒരു സാധനം ഇംഗ്ലീഷിൽ വായിച്ച് അതിനെ മലയാളത്തിലാക്കി, പിന്നെ അത് മലയാളത്തിൽ ചിന്തിച്ച് ആലോചിച്ച് മലയാളത്തിൽ പറയാൻ ട്രൈ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കയറി പിടിക്കും, നമുക്ക് പറയാൻ കിട്ടാണ്ടാവും. സോ ഇവിടെ നമ്മൾ നേരെ വിപരീതം, മലയാളത്തിൽ എഴുതിയിട്ട് അതിന് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യും. നാളെ രാവിലെ ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഐ വിൽ മേക്ക് സ്റ്റാർട്ട്. ഓക്കെ, എനിക്ക് കമൻറ്റ്സ് അയക്കണം, മറക്കരുത്.